പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി. പക്ഷേ കോൺഗ്രസിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുന്നതിൽ തരൂർ ഒരു അല്പം പോലും പിന്നിലേക്കില്ല എന്ന് തന്നെയാണ്. ഇതിനെ ഒരു പക്ഷേ താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വരണമെന്ന ചിന്ത എന്ന തരത്തിലോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഉയർച്ചയുണ്ടാകാനേ ഇടയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതൃനിരയിലേക്ക് തന്നെ മാറ്റി പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം താൻ യോഗ്യത നേടണമെന്നുള്ള ചിന്തയിൽ നിന്നോ ഉരുത്തിരിഞ്ഞ വാക്കുകളാണ് എന്നോ വിലയിരുത്താം. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ പ്രത്യക്ഷവും പരോക്ഷവുമായ രീതിയിൽ തരൂർ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടതെന്ന കുറിപ്പോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സോഹ്റാൻ മംദാനിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പിന്നെയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ നിലപാടിന് വേണ്ടി വാക്പോരിന് യാതൊരു കുറവും വരുത്താതെ ആവേശത്തോടെ പോരാടുക. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണം. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്റേതായ പങ്കുവഹിക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ശശി തരൂർ തന്റെ എക്സിൽ കുറിച്ചത്. ഈ വാക്കുകൾ ഒരു സാധാരണ രാഷ്ട്രീയ നിരീക്ഷണം എന്നതിലുപരി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു ദിശാനിർദ്ദേശമാണ്. പലരും തരൂരിന്റെ ഈ പ്രതികരണം ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ വിലയിരുത്തലാണെന്ന് കരുതിയെങ്കിലും ഈ പ്രസ്താവനയുടെ യഥാർത്ഥ സന്ദേശം കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് മറച്ചുവെക്കാനാകില്ല. കോൺഗ്രസ് എന്ന പാർട്ടി കഴിഞ്ഞ പല വർഷങ്ങളായി കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ ശൈലിയെയും ദർശനത്തെയും നേരിട്ട് തരൂർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് തരൂർ പറഞ്ഞപ്പോൾ ജനാധിപത്യം പ്രവർത്തിക്കാറില്ലാത്ത രാഷ്ട്രീയം എവിടെയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് വ്യക്തമാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തിന് ദിശാസൂചന നൽകേണ്ടതും ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ പ്രഖ്യാപനങ്ങളും നയങ്ങളും അവതരിപ്പിക്കേണ്ടതും ഒരു പാർട്ടിയുടെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. എന്നാൽ കോൺഗ്രസിന് അത് ചെയ്യാനുള്ള ഏകീകരണ ശേഷിയും സംഘടനാ ശേഷിയും വർഷങ്ങളായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആശയത്തിനും നേതൃത്വത്തിനും തർക്കത്തിനും തമ്മിലടിക്കുമിടയിൽ ചിതറിപ്പോയ അവസ്ഥയും ആരാണ് തീരുമാനമെടുക്കുക എന്നതിൽ തന്നെ സ്ഥിരമായ ആശയക്കുഴപ്പവും പൊതുവായ നയരേഖകളിലെ യോജിപ്പില്ലായ്മയും ഇതൊക്കെ ചേർന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ഒരു ഭരണ സംവിധാനം ഒരുക്കാനല്ല, മറിച്ച് സ്ഥാനാരോഹണത്തിനുള്ള ഒരു പതിവ് പരിപാടിയായി മാത്രമാണ് അവർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ മനോഭാവമാണ്. ഒരു പാർട്ടി പ്രതിപക്ഷത്തിലായാൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഭരണപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള മനസ്സ് ആവശ്യമാണ്. ലോകത്തെ വളർന്ന ജനാധിപത്യങ്ങളിലൊക്കെ ദേശീയ കാര്യങ്ങളിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഭരണ പ്രതിപക്ഷങ്ങൾ കൈകോർത്തു നിൽക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ കാണാം. മംദാനി ട്രംപ് കൂടിക്കാഴ്ചയും അതിനെക്കുറിച്ച് തരൂർ പറഞ്ഞ ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക് എന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ മാതൃക എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാളിയിൽ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാട് സർക്കാരിനെ എതിർക്കുക എന്നതിൽ മാത്രം ഒതുങ്ങി. രാജ്യത്തിന്റെ നന്മയ്ക്കായുള്ള കാര്യങ്ങളിലും സഹകരിക്കാത്ത അവസ്ഥയാണ് അവർ പിന്തുടരുന്നത്. നിയമനിർമ്മാണത്തിൽ, വികസന പരിപാടികളിൽ, ആഗോള നയതന്ത്ര വിഷയങ്ങളിൽ ഏതിലും കോൺഗ്രസിന് നിലപാട് ഒരേ കാര്യം മാത്രം: ഭരിക്കുന്നവർ വിജയിക്കരുത് എന്ന മനോഭാവം. എങ്കിലും ജനാധിപത്യത്തിന്റെ ലക്ഷ്യം പ്രതിപക്ഷ വിജയമല്ല, രാജ്യത്തിന്റെ വിജയമാണ്. ഇതാണ് തരൂർ മാർഗനിർദ്ദേശം നൽകുന്നത്. പദ്ധതികൾ നടപ്പിലാക്കുന്ന വേഗം, രാജ്യാന്തര ബന്ധങ്ങളുടെ ഉയർച്ച, പ്രതിരോധ മേഖലയിലെ പുരോഗതി, ആധുനിക സാങ്കേതിക വിദ്യകളിലേക്കുള്ള നിക്ഷേപം, ദാരിദ്ര്യ നിവാരണ പദ്ധതികളിൽ ലഭിച്ച നേട്ടങ്ങൾ, ഇതൊക്കെ ഇന്ത്യയെ ലോക രാഷ്ട്രങ്ങളിൽ ശക്തരാക്കിയിരിക്കുന്നു. എന്നാൽ ഈ വികസന ഘട്ടങ്ങളിലും കോൺഗ്രസ് പിന്തുടർന്നത് ഒരു തടസ്സ രാഷ്ട്രീയമാണ്. പാർലമെന്റിലേക്കോ പൊതുവേദികളിലേക്കോ കോൺഗ്രസ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ദേശീയ പുരോഗതിയെ തടയാനുള്ള പ്രസക്തിയില്ലാത്ത സംഘർഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ തരൂരിനെ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത വ്യക്തമാണ്. ഭരണപക്ഷത്തെ എതിർക്കുക ജനാധിപത്യത്തിന്റെ അവകാശമാണ്. എന്നാൽ രാജ്യത്തെ എതിർക്കുക കേവലം നികൃഷ്ടമായ രാഷ്ട്രീയം മാത്രമാണ്. തരൂർ പറഞ്ഞ നിലപാട് കോൺഗ്രസിന് അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയവും അന്തർദേശീയ പഠനവും കാരണം അദ്ദേഹം അറിയുന്ന കാര്യമാണ് ജനാധിപത്യം സംഘർഷങ്ങളിലല്ല, സഹകരണമാണ് എന്ന്. ഇത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മോഡലിനോട് തികച്ചും വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ യാഥാർത്ഥ്യാവസ്ഥയെ വെളിപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ അസ്ഥിരവും അനിശ്ചിതവുമായ രാഷ്ട്രീയ ശൈലിയേക്കാൾ രാജ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണം ഇന്ത്യൻ ജനത തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ്.
ഇന്ത്യയുടെ വികസനത്തിനായി എടുത്ത വലിയ പദ്ധതികളിൽ പോലും കോൺഗ്രസ് സഹകരിക്കാത്ത ഈ രാഷ്ട്രീയ രീതിക്ക് തരൂർ നൽകിയ തിരിച്ചടി ഇന്ത്യൻ രാഷ്ട്രീയ സംവാദത്തെ കൂടുതൽ ചിന്തിപ്പിക്കും. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ മുന്നേറ്റമാണ്. തരൂർ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ പാർട്ടി ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നതാണ് അവശേഷിക്കുന്ന ഏക ചോദ്യം.